Welcome back to my channel. എൻ്റെ പേര് അഭിന. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ഐഷാഡോ ട്യൂട്ടോറിയൽ ആണ്. ഐഷാഡോ ട്യൂട്ടോറിയൽ എന്ന് പറയുമ്പോൾ കുറേ സട്ടിലായിട്ട് തൊട്ട് നമുക്ക് നല്ല ബോൾഡ് ലുക്സ് വരെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ബോൾഡ് ആയിട്ടുള്ള ബ്ലാക്ക് സ്മോക്കി ഐസ് ആണ്. ഇത് നമുക്ക് എല്ലാ സ്ഥലത്തും പോകുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ബോറായി പോകും. ആ ഒരു ഇവൻറ്റ്സിന് പറ്റിയതായിരിക്കില്ല. അപ്പോൾ ഓരോ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇവൻറ്റ്സിന് നമ്മൾ പോകുമ്പോൾ നമ്മൾക്ക് കുറച്ചൊരു ബോൾഡ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഈ ബ്ലാക്ക് സ്മോക്കി ഐസ്. ബ്ലാക്ക് സ്മോക്കി ഐസ് നമ്മൾക്ക് ഏറ്റവും ഹെവി രീതിയിൽ ചെയ്യാൻ പറ്റും. അതൊരു ലൈറ്റ് ആയിട്ട് ജസ്റ്റ് ഒരു കാജൽ സ്റ്റിക്ക് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ചൊരു ഹെവി സൈഡിൽ നമ്മൾക്ക് എങ്ങനെ സ്മോക്കി ഐസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഒരു കംപ്ലീറ്റ് ഐഷാഡോ പാലറ്റ് ഒക്കെ ഉള്ളവർക്ക് എന്തായാലും ഈ ട്യൂട്ടോറിയൽ കണ്ടു കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് NYBയുടെ HD സ്പോട്ട്ലെസ് ലിക്വിഡ് കൺസീലർ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് മിൽക്ക് ചോക്ലേറ്റ് പ്രെറ്റ്സൽ ആണ്. കൺസീലർ ഐസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളുടെ ഐ ഷാഡോ കുറച്ചും കൂടെ പോപ്പപ്പ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും. അതിനുശേഷം ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഏതൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചും നമ്മൾക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ലൊരു ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഒരു പ്രെപ്പ് വർക്ക് ചെയ്യുന്നത് മാതിരി കൺസീലർ അപ്ലൈ ചെയ്യുന്നത്. ഐലിഡ്സിലാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഹുഡ ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റ് ആണ്. അതിൽ നിന്ന് ഞാൻ ഷൈ എന്ന ഷെയ്ഡാണ് എടുക്കുന്നത്. ഈ ഫസ്റ്റ് ഷെയ്ഡ് ഞാൻ എൻ്റെ ക്രീസിലാണ് അപ്ലൈ ചെയ്യുന്നത്. ഫസ്റ്റ് ട്രാൻസിഷൻ ഷെയ്ഡായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇതാണ്. സെക്കൻഡായിട്ട് ഞാൻ സാൻഡൽവുഡ് എന്ന കളറാണ് എടുക്കുന്നത്. അത് എന്നിട്ട് ക്രീസ് ഏരിയയിൽ കുറച്ചും കൂടെ പിഗ്മെൻറ്റഡ് ആയിട്ട് അപ്ലൈ ചെയ്യാം. റൗണ്ട് സർക്കുലർ മോഷൻസിലാണ് ഞാൻ എൻ്റെ ബ്രഷ് കൊണ്ടുപോകുന്നത്. ക്രീസിൽ നല്ലൊരു ട്രാൻസിഷൻ കൊടുക്കുമ്പോഴാണ് ബ്ലാക്ക് സ്മോക്കി ഐസ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. നെക്സ്റ്റ് നമ്മൾ ബോസി എന്ന് പറയുന്ന ഷെയ്ഡാണ് എടുക്കുന്നത്. അതെടുത്തിട്ട് നമ്മളുടെ ക്രീസ് ഏരിയ കുറച്ചും കൂടി ഡാർക്ക് ആക്കുകയാണ്. എൻ്റെ ഐബ്രോസ് ഞാൻ ത്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കുറച്ച് എക്സ്ട്രാ ഹെയർ ഇവിടെ കാണുന്നത്. നെക്സ്റ്റ് ഞാൻ കോക്കോ എന്ന് പറയുന്ന ഷെയ്ഡും കൂടി എടുത്തിട്ട് ഒന്നും കൂടി ഡാർക്ക് ആക്കി വെക്കുകയാണ്. നല്ലൊരു ട്രാൻസിഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് സ്മോക്കി ഐസ് ഒട്ടും മോശമായിട്ട് തോന്നില്ല. പിന്നെ ഹാർഷായിട്ടുള്ള ലൈൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡും കൂടെ ചെയ്യുക. നമ്മൾക്കൊരു നൈറ്റ് ഇവൻറ്റിനൊക്കെ പോകുമ്പോൾ നല്ല രസമായിരിക്കും ഒരു സ്മോക്കി ഐസ് ക്രിയേറ്റ് ചെയ്ത് പോകുന്നത്. ഇനിയാണ് നമ്മളുടെ ബ്ലാക്ക് സ്മോക്കി ഐസിന് വേണ്ടിയിട്ടുള്ള ബ്ലാക്ക് പിഗ്മെൻറ്റ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിന് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ക്വർക്കി ബാഡാസ് കാജലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു ജെൽ ലൈനർ ഉണ്ടെങ്കിൽ അതും ഏറ്റവും ബെസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ ഐലിഡ്സിൽ അപ്ലൈ ചെയ്യുകയാണ്. അത്ര പെർഫെക്ഷനോടെ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട്. ഈ ബ്ലാക്ക് ഐഷാഡോ അല്ലെങ്കിൽ ഐ പെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും മുകളിൽ വരെ നമ്മളുടെ ഐബ്രോസ് വരെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാലാണ് കൂടുതൽ പേടിപ്പെടുത്തുന്ന രീതിയിൽ തോന്നുക. അതുകൊണ്ട് നമ്മളുടെ ഐലിഡ്സിൻ്റെ ഭാഗത്ത് മാത്രമായിട്ട് അപ്ലൈ ചെയ്യുക. അടുത്തതായിട്ട് ഞാനൊരു ബ്രഷ് എടുത്തിട്ട് ഞാൻ എൻ്റെ കാജൽ ഒന്ന് സ്മഡ്ജ് ചെയ്യാൻ പോവുകയാണ്, ഹാർഷായിട്ടുള്ള ലൈൻസൊക്കെ കളയാൻ വേണ്ടിയിട്ട്. നല്ല സൂംഡ് ആയിട്ട് വീഡിയോ കാണുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു പേടിപ്പെടുത്തുന്ന ലുക്കാണ് ഈ ബ്ലാക്ക് സ്മോക്കി ഐസ് എന്ന് തോന്നുന്നുണ്ടാവും. പക്ഷേ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ബോൾഡ് ലുക്ക് വേണം. നിങ്ങൾക്കത് ക്യാരി ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഐ മേക്കപ്പാണിത്.
അടുത്തതായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കൂടി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ട്രഫിൾ എന്ന് പറയുന്ന ഐ ഷാഡോ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഐ ഷാഡോ മാത്രം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര പിഗ്മെൻറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ആദ്യം ഒരു ജെൽ ലൈനർ അല്ലെങ്കിൽ പെൻസിൽ വെച്ചിട്ട് നമ്മളൊരു ബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ലുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷൻ ഒന്നും അപ്ലൈ ചെയ്യരുത്. ബിക്കോസ് നമ്മൾക്ക് ഫോൾ ഔട്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗാർണിയർ മിസെല്ലർ ക്ലെൻസിങ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഞാൻ എൻ്റെ ഈ കാജൽ വെച്ച് എൻ്റെ അപ്പർ ആൻഡ് ലോവർ വാട്ടർ ലൈൻസ് ഫിൽ ചെയ്യുകയാണ്. നമ്മൾ നേരത്തെ ഉപയോഗിച്ച് ബ്ലാക്ക് ട്രഫിൾ എന്ന് പറയുന്ന ഐ ഷാഡോ ഷെയ്ഡ് എടുത്തിട്ട് നമ്മളുടെ ലോവർ ലാഷ് ലൈനിൽ അപ്ലൈ ചെയ്യുകയാണ്. എന്നിട്ട് അതൊന്ന് സ്മോക്ക് ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു ബ്രൗൺ ടിൻറ്റും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബോസി എന്ന് പറയുന്ന ഷെയ്ഡ് എടുത്തിട്ട് എൻ്റെ ലോവർ ലാഷ് ലൈനിൽ അപ്ലൈ ചെയ്യുകയാണ്. അതിനുശേഷം എൻ്റെ ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റഡായി കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൺസീലർ വെച്ചിട്ട് അവിടെ ഹൈലൈറ്റ് ചെയ്യുകയാണ്. എന്നിട്ടത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഹാർഷായിട്ടുള്ള ലൈൻസൊക്കെ നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഫൈനലി ഞാൻ ലോട്ടസിൻ്റെ മസ്കാര അപ്ലൈ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുകയാണ് ഈ ലുക്ക്. ഈ ലുക്ക് അത്ര പേടിപ്പെടുത്തുന്ന ലുക്കൊന്നും അല്ല കേട്ടോ. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയത് തന്നെയാണ്. കുറച്ച് സട്ടിലായിട്ടുള്ള സ്മോക്കി ആയി ലുക്കും ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇത് കുറച്ച് നല്ലോണം പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് കുറച്ച് ഹെവി ആയിട്ട് ചെയ്യുന്നതാണ്. കുറച്ച് ഹെവി ആയിട്ട് മേക്കപ്പ് ചെയ്യണം, ഫംഗ്ഷന് പോകാനുണ്ട് എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ലുക്കാണ്. പിന്നെ നമ്മുടെ ഡ്രസ് ബ്ലാക്ക് ആണെങ്കിൽ നമ്മൾക്ക് നല്ലോണം സൂട്ട് ചെയ്യുന്ന ഒരു സ്മോക്കി ഐ ലുക്ക് തന്നെയായിരിക്കും. ആൻഡ് സട്ടിലായിട്ടുള്ള ഒരു ലിപ് ഷെയ്ഡും കൂടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്നും കൂടെ കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞി ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനിയും കുറേ നല്ല കണ്ടന്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സജഷൻസ് ഞാൻ വായിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് തന്നെയാണ് ആക്കാൻ ശ്രമിക്കുന്നത്. Until we meet next time with another video, this is me Abhina signing off. Bye, love you all.